അധ്യക്ഷ പ്രസംഗവും പുഞ്ചക്കോണം അച്ഛൻ്റെയും ചാർലിയുടെയും വിശദീകരണവും കേട്ട് അതിനെ തുടർന്ന് മറ്റ് പിതാക്കന്മാരും സംസാരിച്ചപ്പോഴേ എൻ്റെ ഓർമ്മയിലെ ചൈനീസ് ജനതയുടെ ഒരാചാരമാണ് നിലവിൽ വന്നത്. കൺഫ്യൂഷ്യസ് മുതലേ മാവോ സേതുങ് വരെ ഇപ്പോഴും അത് തുടരുന്നെന്നാണ് എൻ്റെ വിചാരം. എനിക്കതിനെക്കുറിച്ച് പൂർണ്ണ ഉറപ്പില്ല. എങ്കിലും മാവോ വരെ ഏത് പ്രസ്ഥാനം തുടങ്ങുമ്പോഴും അവർ പറയും 1000 മൈലുള്ള യാത്ര ആരംഭിക്കുന്നത് ഒരു ചൂടുവയ്പ്പോടെയാണ്. യൂലിയോസ് തിരുമേനിയും പ്രവർത്തകരും സംശയം പ്രകടിപ്പിച്ചതിൽ ഒരു കഥയുമില്ല. ഇത് മുൻപോട്ട് പോകും. ഈ ചുവടുവയ്പ്പ് വിജയിച്ചു കഴിഞ്ഞു. ഇത് മുൻപോട്ട് തന്നെ പോകുകയാണ്. കാരണം ഇന്നത്തെ യോഗം വളരെ പ്രാധാന്യമാണ്. ക്രൈസ്തവ ഓർത്തഡോക്സുകാർ മാത്രമല്ല, മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിലെ നേതാക്കന്മാരിവിടെ ഉണ്ട്, മറ്റ് സമുദായങ്ങളിലെ നേതാക്കന്മാരിവിടെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ചെറിയ പതിപ്പ് ഇന്നീ മനോഹരമായ ഈ വേദിയിലും സദസ്സിലും നമുക്ക് കാണാം. എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. കഴിഞ്ഞ മാസം 80ാം ജന്മദിനത്തോട് ചേർന്ന് പ്രശസ്തനായ TV പ്രൊഡ്യൂസറും ന്യൂസ് റീഡറുമായ CBSൻ്റെ ഡാൻ റാദറുടെ ഒരു പ്രസംഗത്തിൻ്റെ വാചകം ഞാൻ ഓർക്കുന്നു. 1960-ൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ആദ്യമായി TV ഉപയോഗിച്ച് ഇലക്ഷൻ പ്രചരണം നടത്തി. പോയിൻ്റ് 1-ന് 1960 നവംബർ 1 മുമ്പിൽ നിന്നിരുന്ന നിക്സൺ കെന്നഡിയുടെ TV ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ പോയിൻ്റ് 3-ൽ താഴെ വീണു. വളരെ നിസ്സാര മാർജിനെ കെന്നഡി ജയിച്ചു, നിക്സൺ തോറ്റു. 1956-ൽ ഐസൻഹോവറും സ്റ്റീവൻസണുമായിട്ടുള്ള മത്സരത്തിൽ TV വന്നിരുന്നുവെങ്കിൽ അറ്റ്ലായി സ്റ്റീവൻസൺ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു. TVയുടെ സ്വാധീനം വ്യക്തമാക്കുവാൻ മാത്രം ഞാനത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഈ പ്രസ്ഥാനം നമ്മുടെ സഭയ്ക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും ഒരു മുതൽകൂട്ടായി തീരും. നല്ല രീതിയിൽ വാർത്ത അവലോകനം ചെയ്യുക, അത് അവതരിപ്പിക്കുക, അത് മനുഷ്യരിലേക്ക് എത്തിക്കുക. വാട്ടർ ലിപ്മാൻ എന്നുള്ള അതിപ്രഗത്ഭനായ പത്രപ്രവർത്തകൻ 2 മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു, വാർത്തകൾ സത്യസന്ധമായിരിക്കണം, അതാർക്കും വേദന നൽകരുത്. തീർച്ചയായും യൂലിയോസ് തിരുമേനി നേതൃത്വം കൊടുക്കുന്ന ആ പാരമ്പര്യമുള്ള ആ മനസ്സ് ഇതിലേക്ക് ശ്രദ്ധ പതിഞ്ഞ് പുഞ്ചക്കുണത്തച്ഛനും ജോയിയും ചാർലിയും ഇപ്പം കറുകപ്പള്ളിയും നമ്മുടെ പൊന്നച്ചനും എല്ലാം ചേർന്ന ടീമ് ഈ ദൂരങ്ങളിലേക്ക് നയിക്കേണ്ടത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സകലർക്കും നല്ലൊരു ഓണാശംസ ഈ TV-യിൽ കൂടെ നൽകുവാൻ പുഞ്ചക്കോണത്തച്ഛന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 2014 നടക്കുന്ന ഫൊക്കാനോ കൺവെൻഷനിലെ ഞങ്ങളുടെ പുതിയ പ്രസിഡൻറ്റ് മറിയാമ്മപ്പിള്ളയുടെ നല്ലൊരു സന്ദേശം അന്ന് TV-യിൽ ഓർത്തഡോക്സ് TV-യിൽ കൂടി എല്ലായിടത്തും എത്തുവാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും അന്ന് വേൾഡ് കപ്പും കാണുവാൻ ഫുട്ബോളിൻ്റെ ആ സൗകര്യം ഉണ്ടാകട്ടെ. ഈ അവസരം തന്ന സംഘാടകരോടും അഭിനന്ദ പിതാക്കന്മാരോടും നന്ദി, നമസ്കാരം.